അപ്പോൾ എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ 4 ദിവസമായിട്ട് മുംബൈയിൽ കറങ്ങുന്നുണ്ട്. പക്ഷേ വിഷ്വൽസ് ആയിട്ടൊന്നും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം ഈവനിങ് ഒക്കെയാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. അതേപോലെ തന്നെ ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താജ് ഹോട്ടലും കാണാം. നോക്കിയേ, താജ് ഹോട്ടൽ അടിപൊളിയല്ലേ? ഈ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിലാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ. ഉഷാറല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇനി കാണാനുള്ള ഈ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ കുറച്ച് ഇവിടെ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി, അവിടെ കുറേ പ്രാവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് അതൊക്കെ നമുക്ക് കാണണം. അതേപോലെ തന്നെ ഈ ഒരു ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നായിട്ട് നമുക്ക് അങ്ങോട്ട് ഒരു കേവ് ഉണ്ട്, ഒരു എലഫൻ്റ കേവ്. അപ്പോൾ എലഫൻ്റ കേവിലും നമുക്ക് പോയിട്ട് അവിടുത്തെ വിഷ്വൽസൊക്കെ കാണണം കേട്ടോ. ഓക്കെ, ഇത് നോക്കിയേ, ഇതാണ് പുതുതായിട്ടുണ്ടാക്കിയ താജ് ഹോട്ടൽ കേട്ടോ. ന്യൂ താജ് ഹോട്ടൽ ഇതാണ്. അതേപോലെ തന്നെ ഓൾഡ് താജ് ഹോട്ടൽ ആ കാണുന്നത്. പോലെടാ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാം കേട്ടോ. എനിക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് നല്ല തടാകമാണ് കേട്ടോ. അതിൽ നമുക്ക് പ്രൈവറ്റ് ബോട്ടിംഗ് ഉണ്ട്, അതേപോലെ തന്നെ പബ്ലിക് ബോട്ട് സർവീസ് ഉണ്ട്. നോക്കിയേ, പരന്ന് കിടക്കുകയാണ്. ഒരു മൊത്തം ഈ ബോട്ടിങ്ങിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് എലഫൻ്റ കേവിലേക്ക് പോകണം. അപ്പോൾ അത് എവിടെയെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. നോക്കിയേ, അവിടെ നോക്കിയേ, ഇവിടുന്ന് ആ താജ് ഇങ്ങനെ കാണാനുള്ള അടിപൊളിയല്ലേ? അപ്പം നമ്മൾ ഇനി എലഫൻ്റ കേവിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എലഫൻ്റ കേവിലേക്ക് ഏകദേശം 1 മണിക്കൂർ നമുക്ക് അങ്ങോട്ടും 1 മണിക്കൂർ ഇങ്ങോട്ടും. പിന്നെ അതേപോലെ ഏത് ബോട്ടിലാണെങ്കിലും നമുക്ക് തിരിച്ചു പോരാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒരു റൈഡ്, അതേപോലെ അവിടെ നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോരാം കേട്ടോ. എലഫൻ്റൊക്കെ ഇതാണോ ചോദിച്ചോക്കെ കേട്ടോ. വേറെ എവിടേക്കായിരിക്കും ഇപ്പൊ നമ്മള് പോവാ. എലഫൻ്റൊക്കെ ഓക്കെ ഓക്കെ, ഇതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് എലഫൻ്റ കേവിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അയ്യോ, ഇത് വൈദ്യുന്നുണ്ട് കേട്ടാ. നല്ലൊരു സ്പോട്ട് നോക്കി ഇരിക്ക്. അടിപൊളി. ഇത് നോക്കിയത് നോർമൽ ബോട്ടാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എലഫൻ്റ കേവിലേക്ക് ഇന്ന് പോകുന്നില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം നല്ല സമയമായിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരുപാട് കാഴ്ചകൾ നമുക്ക് മിസ് ചെയ്യും. കാര്യം നമ്മൾ ഇനി ആജിയാലി ദർഗയ്ക്ക് പോകുന്നുണ്ട്. ഏകദേശം കടലിൻ്റെ സെൻട്രലായിട്ടാണ് ആ ദർഗ ഉള്ളത്. അതേപോലെ തന്നെ നമുക്കിന്ന് ധാരാവിലേക്ക് പോകണം ഉച്ചയ്ക്ക് ശേഷം. ഒത്തിരി കാഴ്ചകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല അവിടെ പോയാൽ. അതിന് നമുക്ക് അടുത്തൊരു വരവിൽ കാണാം കേട്ടോ. ഇത് നോക്കിക്കേ, ഇവിടെ ശരിക്കും ഇന്ത്യ ഗേറ്റിനേക്കാളും അടിപൊളിയാണ് കേട്ടോ. ഈ കാണുന്ന താജ് ഹോട്ടൽ, ഇതാണ് നമ്മുടെ ഓൾഡ് താജ് ഹോട്ടൽ. ഇത് നല്ല അല്ല, ലൈറ്റിങ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ നല്ല വിഷ്വലാണ്. എനിക്ക് ഇതിലങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ എത്ര ബോട്ടുകളറിയോ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തല വരെ മൊത്തം ബോട്ടുകളാണ്.
ഇപ്പോൾ എലഫൻ്റ കേവ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കുമായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് നമ്മൾ എലഫൻ്റ കേവിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈവനിങ് വരെ ആ ഒരൊറ്റ സംഭവത്തിന് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇന്ന് നമുക്ക് ധാരാവിക പോകാനുള്ളതാണ്, അതുകൊണ്ടാണ് അത് മിസ് ചെയ്തത് കേട്ടോ. എന്താ പക്ഷികളാണ്? എന്ത് പക്ഷികളാണ് അറിയില്ല. അപ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ താജ് ഹോട്ടലിലേക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ജുമ നമസ്കരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഹാജി അലി ദർഗയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ ചെന്നിട്ട് ജുമ നമസ്കരിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഹാജി അലി ദർഗ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അടിപൊളി സ്ഥലമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടതാണ്. കടലിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഒരു പാലം, അതിൻ്റെ 2 സൈഡിലേക്കും കടലിങ്ങനെ കയറി വരും. എന്നിട്ട് ഈ പാലം എത്തിച്ചേരുന്നത് ഈ ഒരു ദർഗയിലേക്കാണ്. അപ്പോൾ ഏകദേശം നമുക്കിങ്ങനെ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് കടലിൽ ഒരു ദർഗ ഉണ്ടാക്കി വെച്ച പോലെയാണ്. നമ്മളിപ്പോൾ ഹാജി അലി ദർഗയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. നോക്കിയേ, ഇത് കടലിൻ്റെ ഉള്ളിലോട്ടാണ് ഈ ദർഗ ഉള്ളത്. അപ്പം ഇപ്പം വേലിയിറക്കം അല്ലേ? വേലിയിറക്കല്ലേ ഇത്? അപ്പോൾ കടലുള്ളിലോട്ട് പോയതാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. എനിക്ക് ഉണ്ടോ? ഇതൊക്കെ കടലിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ കടലിൻ്റെ കുറച്ച് ഉള്ളോട്ടായിട്ട് ഒരു ദർഗയാണ് കേട്ടോ. നമ്മളിപ്പോൾ ദർഗയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടെ. ഇത് നോക്കിയാൽ ഈ ദർഗയുടെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ കാണുന്നത്. കടലിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദർഗയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മൊത്തം ഇത് കണ്ടോ കല്ലുകൾ. അതൊക്കെ ഓരോരുത്തർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നാണ്. ഞാൻ നോക്കിയേ, അവിടെ കുട്ടികൾ കളിക്കുന്ന നോക്കി. കുട്ടികളല്ല, വലിയവർ തന്നെയാണ്. നമുക്കിനിയേ ഇതിന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കട്ടോ. നോക്കിയേ, നല്ല വൈബ് സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു മോള് സ്ഥലമാണ്. ഇവിടൊക്കെ ഓരോ കൺസ്ട്രക്ഷൻസ് ആട്ടോ സൈഡിൽ നടക്കുന്നത്. ഇങ്ങനത്തെ ദർഗകളിൽ ഇതൊക്കെ ശരിക്കും ടൂറിസ്റ്റ് പ്ലേസുകളാണ്. ഒരുപാട് പേര് ഇവിടെ അങ്ങനെ ജാതി മത അങ്ങനത്തെ ഇതൊന്നുമല്ല. നമ്മളെ നാടുകളിലൊക്കെ കാണുന്ന ദർഗകളില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഈ വേലിയേറ്റ സമയങ്ങളിൽ ഇവിടേക്കൊക്കെ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരലുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേലിയേറ്റ സമയങ്ങളിൽ ഇങ്ങോട്ടൊക്കെ നല്ല ശക്തിയായിട്ട് തിരമാല അടിച്ച് കയറുമെന്ന് പറയുന്നത്. നല്ല ഭംഗിയായിരിക്കും ആ സമയത്ത് കാണാൻ. ഇന്ന് നല്ല വെള്ളം ഇറങ്ങിക്കൊണ്ടല്ല കേട്ടോ. നോക്കിയേ, ഇങ്ങനെ നടന്നു നോക്കാം. ഇതിങ്ങനെ ഓരോ കല്ലിലിങ്ങനെ ചവിട്ടി പോണം കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. നമുക്കിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഈ കടൽ വരുന്നത്. കണ്ടില്ലേ കാണുന്നത്?
അപ്പോൾ ഞാൻ കടലിൻ്റെ ആ സൈഡിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ എത്ര ദൂരമുണ്ട് ദർഗയ്ക്ക്. അപ്പോൾ ഈ വെള്ളം കയറി കഴിഞ്ഞാലാണ്, വെള്ളം ചില സമയത്ത് വേലിയേറ്റങ്ങൾ ഉണ്ടാവും, ആ സമയത്ത് നോക്കിയേ. പക്ഷെ ഗ്രിപ്പുണ്ട് കേട്ടോ, ഈ ചിപ്പ് ഇങ്ങനെ എടുത്തേ സ്ഥലമായതുകൊണ്ട്. കക്കയെന്ന് തോന്നുന്നുണ്ട്, കക്കൊക്കെ എടുക്കുന്ന പോലെ. നോക്കിയേ കിഡ് സ്ഥലല്ലേ, അയ്യോ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. അപ്പൊ നോക്കിയേ ആൾക്കാരൊക്കെ നിൽക്കുന്നേ കണ്ടോ, നോക്കിയേ മോൻ കളിക്കുന്ന നോക്കിയേ. നോക്കിയ ദർഗ, ആ കാണുന്നതാണ് ദർഗ. അപ്പൊ ആ ദർഗയിൽ നിന്ന് ഇത്രയും ദൂരം നമ്മൾ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി നടന്ന് വന്നാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടലിങ്ങനെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. എന്താ വിഷ്വല്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ശരിക്കും മുംബൈയിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും വൈബാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ നോക്കാം, നമുക്ക് ലാസ്റ്റ് എൻഡ് പോയിന്റിൽ വരെ പോവാം, എന്നിട്ട് അവിടുത്തെ വിഷ്വല് എടുത്തിട്ട് തിരിച്ചു ലെവലാട്ടോ. മുംബൈയിൽ വരുന്ന സമയത്ത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഒന്ന് നോക്കിയേ, ഇവിടെ ഒക്കെ നമുക്ക് നിൽക്കാം. ഇനി ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദർഗ അടിപൊളി. അവരെ ഞാൻ കാണിച്ചു കേട്ടോ, അവരിപ്പോ ഏകദേശം കല്ലുമലായിരുന്നു, അവരടുത്തേക്ക് ഇപ്പൊ വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിഷ്വൽസ് നേരത്തെ നിന്നീന സ്ഥലത്ത് വെള്ളമില്ലായിരുന്നു, ഇപ്പൊ കണ്ടോ, ഇപ്പൊ അവര് നിക്കുന്ന ഏരിയയിലേക്ക് വെള്ളം വന്നുകൊണ്ട് നിൽക്കാട്ടോ. കണ്ടോ, വൻ റിസ്ക് എടുക്കുന്ന പയ്യനൊക്കെ നോക്കിയേ, ചെറിയ പയ്യനാണ്. കണ്ടോ, ഇന്ന് നല്ല കോടയാണ് കേട്ടോ, നല്ല കോട. രാവിലെ ഞങ്ങൾ ഇറങ്ങിയത് തൊട്ട് ഭയങ്കര കോടയാണ്. അവിടെ നോക്കിയേ, ആ ഇതിന്റെ ദർഗയുടെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ, ആ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ കോടയിലൂടെ ഇങ്ങനെ കാണാണ്. കണ്ടിട്ടോ, നമ്മള് ആ ഒരു തലക്കുന്ന ഇതിലെങ്ങനെ വന്നാണ് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നടന്നാണ്. പിന്നെ ഇങ്ങനെ കാണാം, ഇവിടെ നോക്കിയേ, അവിടേക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ നടക്കുന്ന നോക്കിയേ, ആ ബിൽഡിങ്ങിന്റെ അവിടെ തൊട്ട് ഇങ്ങനെ എന്താ ആൾക്കാർ നടക്കണേ, എന്തൊരു തിരക്കാ നോക്കിയേ. അപ്പം ഇങ്ങനെ നടന്ന് ഇവിടെ എത്തണം, ദർഗയിലേക്ക് എത്താൻ. അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ. അപ്പോൾ നല്ല അടിപൊളി വിഷ്വൽസ് കേട്ടോ, ഒരു രക്ഷയില്ല. ബാക്ക് നോക്കി, ഇത് വേറെ പ്രത്യേക അനുഭവം കേട്ടോ. മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അയ്യോ കാല് ഇപ്പം തന്നെ മുംബൈയിൽ വന്നാലേ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ഈ ഒരു സ്ഥലം. ഭയങ്കര നഷ്ടമാവും. കാരണം വെച്ചാൽ ഞാൻ മുംബൈയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായിട്ട് തോന്നിയത് ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് കയറാം, റോട്ടിലേക്ക് കയറാം, എന്നിട്ട് തിരിച്ചു പോകാം. അപ്പം നമ്മൾ ദർഗയിൽ നിന്ന് തിരിച്ച് പോവാണ് കേട്ടോ, തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ ദർഗയിലേക്ക് വരുന്ന റൂട്ടാണിത്. ഓക്കെ, കുറേ യാചകരുണ്ട് സൈഡിൽ, പിന്നെ കുറേ സുവനീർ കടകളുണ്ട്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാ വിഷ്വൽസ് അടിപൊളിയല്ലേ. അപ്പോൾ ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ കല്ലുകളിലേക്കൊക്കെ ഇങ്ങനെ ഈ ഒരു വെള്ളം ഇങ്ങനെ തെറിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നോക്കിയാ ഒരുപാട് സുവനീർ കടകളുണ്ട് കേട്ടോ. നമ്മൾ ഈ കയറുന്ന വഴികളിൽ പല തരം. അപ്പം നമ്മളിപ്പോൾ ദർഗയിൽ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ, ദർഗയിൽ നിന്ന് തിരിച്ചിറങ്ങി. സൈഡിൽ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ സുവനീർ ഐറ്റംസുകളാണ്. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഓൾ ഇന്ത്യ റൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണട്ടോ. ഇതുവരേക്കും ബൈ.